യഥാർത്ഥത്തിൽ ഷാഫിക്കെതിരെ നടക്കുന്ന ആക്രമണം അതീവ ഹീനമാണ് എന്നാണ് ആദ്യമായി ഒറ്റയടിക്ക് പറയാനുള്ളത്. കേരളത്തിൽ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏറെ പ്രതീക്ഷ കൊടുക്കുന്ന ഒരു നേതാവാണ് ഷാഫി. ഷാഫി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ വി ഡി സതീശനോടൊപ്പം തന്നെ എന്ന് പറയാവുന്ന തരത്തിൽ വലിയ തരംഗം സൃഷ്ടിച്ച ഒരാളാണ്. ഷാഫി തങ്ങളുടെ മണ്ഡലത്തിൽ ഒന്ന് വന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും, അതിൽ ഗ്രൂപ്പ് ഒന്നുമില്ല, എല്ലാ സ്ഥാനാർത്ഥികളും ഷാഫി തന്റെ മണ്ഡലത്തിൽ വരണം എന്ന് ആഗ്രഹിച്ച ആളുകളാണ്. അതിന് കാരണം വളരെ സെക്യുലറായ നിലപാടുള്ള ഷാഫി, കൃത്യമായി എതിരാളികളെ അടിച്ചിരുത്തുന്ന ഷാഫി, വടകരയിലെ ഷാഫിയുടെ ലാൻഡിങ്, അതിനു മുമ്പ് ഷാഫി പാലക്കാട് ഇ ശ്രീധരനുമായി നടത്തിയ മത്സരത്തിലെ വിജയം, അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ വിജയം, ഷാഫിക്കെതിരായി CPM-കാരും BJP-കാരും നടത്തുന്ന കടുത്ത ആക്രമണം, അതിനൊക്കെ നേരിട്ട് വലിയൊരു ഭാവി ഇപ്പോഴും ഞാൻ കാണുന്ന ഒരാളാണ് ഷാഫി. ഇത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷാഫിയെ ഇവിടെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ അതുപോലെയുള്ള രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വൃത്തികെട്ട ഒരു രീതി എന്ന് പറയേണ്ടി വരും. വളരെ വൃത്തികെട്ട രീതിയാണ്. ഇപ്പൊ ഷാഫി ഒരു MP ആണ്. തീർച്ചയായും ഷാഫിക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഷാഫി വലിയ വർക്ക് ചെയ്തതാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഈ വിജയത്തിൽ ഷാഫിക്ക് വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ചും ഷാഫിയുടെ മണ്ഡലങ്ങളിൽ, ഇപ്പൊ പേരാമ്പ്ര പോലെയുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നാദാപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ, കൊയിലാണ്ടി, ഇവിടെയൊക്കെ ഷാഫിയുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു സംശയമില്ല. സെക്യുലറായ യൂത്തായ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരാളാണ് ഷാഫി. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഷാഫിയെ പെടുത്താൻ കുറെ നോക്കി, ഒന്നും നടന്നില്ല. രാഹുൽ മാങ്കൂട്ടം വിഷയം പാലക്കാട് മണ്ഡലത്തിൽ പോലും ഏറ്റില്ല എന്നാണല്ലോ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. ഷാഫിയുടെ ഇമ്പാക്ട് അത്ര വലുതാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഷാഫിക്ക് പാലക്കാട് അഗ്രഹാരത്തിൽ, അവിടെയുള്ള കൽപ്പാത്തി അഗ്രഹാരത്തിൽ ഷാഫിക്ക് പോയി അവിടുത്തെയുള്ള മാമിമാരോട്, അവിടെയുള്ള വളരെ വയസ്സായ തമിഴ് ബ്രാഹ്മണ സ്ത്രീകളോട് എനിക്കൊരു ദോശ തരൂ എന്ന് പറഞ്ഞ് ചോദിക്കാൻ തൻ്റെ ഇടമുള്ള, അതിന് ധൈര്യമുള്ള, അതിന് ശേഷിയുള്ള, അവരംഗീകരിക്കുന്ന ഒരു നേതാവാണ്. ഭാവി മുഖ്യമന്ത്രി വരെ ആവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്ന ഒരാളാണ് ഷാഫി. അങ്ങനെ പറഞ്ഞാൽ ശരിയാണോ എന്നറിയില്ല, കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. ആ ഷാഫിക്കെതിരെ എന്ത് ഹീനമായ ആക്രമണം നടന്നു? എന്താ ഷാഫി ചെയ്ത തെറ്റ്? ഇവിടെ 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ വരുന്നു, 3 പേരും വരുന്നു. ഈ 3 പേരിൽ ഒരാൾക്കേ കൊടുക്കാൻ പറ്റൂ. ഇവിടുത്തെ MP-മാരോട്, MLA-മാരോട്, രാഷ്ട്രീയ നേതാക്കളോട്, അവസാനം ഘടകകക്ഷി നേതാക്കളോട്, മുൻ KPCC പ്രസിഡന്റുമാരോട് ആരെ മുഖ്യമന്ത്രിയാക്കണം എന്ന് ചോദിക്കുന്ന തരത്തിൽ ഹൈക്കമാൻഡ് വരുന്നു. ആദ്യം MLA-മാരോട് ചോദിക്കുന്നു. ഭൂരിപക്ഷം, എനിക്കറിയില്ല, അതുവരെ കിട്ടിയ വിവരം വെച്ച് KC-ക്കാണെന്ന് പറയുന്നു. MP-മാരിൽ നല്ലൊരു പങ്കും KC-ക്ക് അനുകൂലമായി വരുന്നു. അതെന്താ കുഴപ്പമെന്താ? എനിക്ക് ഏതെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി ആവണം എന്ന് ആഗ്രഹിച്ചാൽ അതിൽ ഒരു തെറ്റുണ്ടോ? ഈ മുഖ്യമന്ത്രി ആവാൻ, മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ വേണ്ട MLA-മാരെ വിജയിപ്പിച്ചതിൽ നിർണായക പങ്ക് വഹിച്ച എനിക്കല്ല അഭിപ്രായമല്ലേ? ഇവിടുത്തെ ഓരോ MLA-മാർക്കും അഭിപ്രായമല്ലേ? ഇവിടുത്തെ ഓരോ ഭരണകക്ഷി MLA-മാർക്ക് എല്ലാ അഭിപ്രായമുണ്ട്. മാത്രമല്ലല്ലോ, ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർ വളരെ കൃത്യമായി, ഞാനടക്കമുള്ള ആളുകൾ ആ നിലപാട് അറിയിച്ചല്ലോ. ഞങ്ങൾക്കൊക്കെ അഭിപ്രായമുണ്ട്. ജനാധിപത്യത്തിൽ അങ്ങനെ വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്നേ. നമ്മൾ എന്താ ജനാധിപത്യത്തിൽ അതിനെ അംഗീകരിക്കാത്തത്? ഷാഫിക്ക് അങ്ങനെ അഭിപ്രായം വന്നാൽ ഷാഫി എന്തോ ദുഷ്ടനാണ്? ഞാൻ പറയുന്ന ആൾ മാത്രം മുഖ്യമന്ത്രിയാവുക എന്ന വാദം, ഇത് CPM-കാരിൽ നിന്ന് കോൺഗ്രസ്സുകാർ പഠിച്ചതാണോ എന്ന് എനിക്ക് സംശയമുള്ളൂ. BJP-കാരിൽ നിന്ന്, CPM-കാരിൽ നിന്ന്. കാരണം എന്താ? BJP-കാരും CPM-കാരും ഷാഫിക്കെതിരെ പറഞ്ഞ ആരോപണങ്ങൾ ഇപ്പോ കോൺഗ്രസ്സുകാരുടെ ഹാൻഡിൽ നിന്ന് വരിക. അവർ ശിക്ഷിക്കപ്പെടണമെന്നാണ് ഞാൻ പറയുക. സതീശൻ മുഖ്യമന്ത്രിയായതിൽ സന്തോഷിക്കുന്ന ഒരാളാണ്. സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. എന്ന് വെച്ചിട്ട് സതീശൻ മുഖ്യമന്ത്രി ആവേണ്ട KC ആവണമെന്ന് പറഞ്ഞു നോക്കിയാ ഷാഫി? എനിക്കറിയില്ല, അങ്ങനെയാണല്ലോ വാർത്ത. അങ്ങനെയാണെങ്കിൽ എന്താ തെറ്റായിട്ടുള്ളത്? എനിക്കുള്ള അവകാശം ഷാഫിക്ക് നിർബന്ധമായിട്ടുണ്ട്, എന്നെക്കാളും അവകാശമുണ്ട് ഷാഫി, അല്ലേ? കാരണം ഷാഫി ഞാനങ്ങനെ UDF ജയിക്കാൻ വേണ്ടി വലിയ പണിയും ചെയ്തിട്ടില്ല. ഷാഫി അതല്ല, തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച് ജനങ്ങളുടെ ഇടയിൽ തരംഗമുണ്ടാക്കിയ ഒരാളാണ്. ആളെ നാറ്റിച്ചാൽ ആർക്കാ അതിന്റെ ഗുണം? നാളെ ഷാഫി വടകരയിൽ കാലുകുത്തില്ല, ഷാഫിയെ ഞാൻ അടിക്കും, ഓടിക്കും. ഷാഫി അങ്ങനെ വടകരയിൽ കാലുകുത്തിയില്ലെങ്കിൽ ആർക്കാ അതിന്റെ ഗുണം? അതിന്റെ ഗുണം CPM-നും BJP-ക്കും അല്ലേ? എന്താ തലയ്ക്ക് വെളിവില്ലാത്ത കോൺഗ്രസ്സുകാർ ഇങ്ങനെയുള്ള വർത്താനം പറയണേ? ഷാഫിയോ ബെന്നി ബെഹനാൻ അവർക്ക് ഇഷ്ടമുള്ളവർ പറയട്ടെ. നീ അവസാനം തീരുമാനം എടുക്കാൻ നിങ്ങൾ ഒരു ഹൈക്കമാൻഡിനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഹൈക്കമാൻഡ് ആ തീരുമാനം എടുക്കുമല്ലോ.
ആ തീരുമാനം എടുക്കുന്നതിനിടയ്ക്ക് ഇത്തരത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പൊ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞു, അത് ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ കീറാൻ, സതീശന്റെ മുഖത്ത് തുപ്പാൻ ഒക്കെ കോൺഗ്രസ്സുകാർ തയ്യാറായെങ്കിൽ അത് കോൺഗ്രസ് അല്ല, അത് രാഷ്ട്രീയമേ അല്ല, അത് ഫാസിസമാണ് എന്ന് പറയേണ്ടി വരും. CPM-ഉം BJP-യും എല്ലാ കാലത്തും ഫാസിസ്റ്റ് ടെൻഡൻസികൾ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ നമ്മുടെ തന്തയ്ക്ക് വിളിക്കും, സാരമില്ല, അതൊക്കെ അവരുടെ സ്വഭാവമാണ്, അവർ വിളിച്ചോട്ടെ. പക്ഷെ അതല്ലല്ലോ, ഷാഫി എന്ന് പറയുന്ന ഒരാളെ നമ്മൾ കാണണ്ടേ? തെരഞ്ഞെടുപ്പ് ഇതുകൊണ്ട് അവസാനിച്ചോ? 3 കൊല്ലം കഴിയുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരില്ലേ? അത് കഴിഞ്ഞ് വീണ്ടും 1 കൊല്ലം കഴിയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിന്റെ അടുത്ത വർഷം വീണ്ടും തെരഞ്ഞെടുപ്പ്. എന്താ നമ്മളിത് മനസ്സിലാക്കാത്ത? ഇന്ന് ഷാഫിക്കെതിരെ നിങ്ങളിടുന്ന പോസ്റ്റ് CPM-ഉം BJP-യും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കില്ലേ? സംശയമുണ്ടോ? അങ്ങനെ കോൺഗ്രസ്സുകാർക്ക് തലയ്ക്ക് വെളിവില്ലേ? തലയ്ക്ക് വെളിവുണ്ടാവണം. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പിച്ച് പറയാം. ഇതാണ് CPM-കാരോടും BJP-കാരോടും നമ്മൾ പറഞ്ഞത്. അവരത് സമ്മതിക്കില്ല. എന്റെ അഭിപ്രായത്തിന് നിങ്ങൾ സമ്മതിച്ചോളണം. അങ്ങനെയാണോ കോൺഗ്രസ് കരുതുന്നത്? അങ്ങനെയാണോ കോൺഗ്രസ് കരുതേണ്ടത്? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസും BJP-യും CPM-ഉം തമ്മിലൊന്നും ഒരു വ്യത്യാസമില്ല. അങ്ങനെയല്ല കരുതേണ്ടത്. കാരണം അതിന്റെ ദീർഘകാല പ്രത്യാഘാതം നിങ്ങൾ കാണണം. പക്ഷെ ഷാഫി എയർലൈൻ എന്നൊക്കെ പറയുന്നതിൽ വല്ലാതെ ദുഃഖിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അദ്ദേഹത്തിന് അത്ര ഇഷ്ടമാണ്. ഷാഫി എയർലാക്കിയാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ, ഷാഫി മാത്രമല്ല, ഇപ്പൊ KC-ക്കെതിരെ, രമേശ് ചെന്നിത്തലയ്ക്കെതിരെ, ആർക്കെതിരെയായാലും, സതീശനെതിരെ, ആർക്കെതിരെ പറഞ്ഞാലും അത് ക്രിമിനൽ കുറ്റമാണ്. കോൺഗ്രസ്സുകാരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നത്, എന്ത് വാശി വേണമെങ്കിൽ ആവട്ടെ, കോൺഗ്രസ്സുകാർ പരസ്യമായി മാപ്പ് പറയണം. ഷാഫിക്കെതിരായി ഞാനിട്ട പോസ്റ്റ് തെറ്റായി പോയി, ഞാനത് തിരുത്തുന്നു. ഷാഫി അങ്ങനെ ഒരാളല്ല. ഷാഫി ഈ പാർട്ടിയുടെ, ഈ മുന്നണിയുടെ സമുന്നതനായ, ജനകീയനായ, ജനപിന്തുണയുള്ള യുവ നേതാവാണ്. അത് മാത്രമല്ല, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയൊരു നേതാവ് അടുത്ത കാലത്ത് എവിടെ ഉയർന്നു വന്നിട്ടില്ലേ? ഇതിട്ട കോൺഗ്രസ്സുകാരെ, ഒരു കോൺഗ്രസ് MLA കോഴിക്കോട് ഉണ്ടായിരുന്നോ ഇതിനു മുമ്പ്? ഈ ഷാഫിയും ഇവരും സതീശനും ഒക്കെ വരുന്നതിന് മുമ്പ് ഒരു MLA കോഴിക്കോട് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. നിങ്ങൾ എങ്ങനെയാ കോഴിക്കോട് MLA ജയിച്ചത്? കൊയിലാണ്ടി ആയാലും നാദാപുരത്തായാലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലായാലും എങ്ങനെയാ കോൺഗ്രസിന്റെ MLA-മാർ ജയിച്ചത്? കോഴിക്കോട് നോർത്തിലും എങ്ങനെയാ കോൺഗ്രസിന്റെ ജയന്ത് ജയിച്ചത്? അതിന്റെ ഇമ്പാക്ട് എന്താ? അത് മനസ്സിലാക്കാതെ ഇങ്ങനെ പോസ്റ്റ് ഇടുന്ന CPM-കാരെ പോലെ BJP-കാരെ പോലെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാർ മാപ്പ് പറയണം ഷാഫിയോട് എന്നാണ്. അത് നിർബന്ധമാണ്. ഷാഫിയോട് മാത്രമല്ല, KC-യോടും രമേശ് ചെന്നിത്തലയോടും ആരോടായാലും, സതീശനോടായാലും, സതീശനെതിരെ പോസ്റ്റ് ഇട്ടവരും മാപ്പ് പറയണം. കാരണം അല്ലെങ്കിൽ കോൺഗ്രസ് വെറും CPM-ഓ BJP-ആയി മാറും. അത് ജനാധിപത്യ പാർട്ടിയാണ് എന്ന അതിന്റെ അന്തസ്സത്വം നഷ്ടപ്പെടും. അതൊരിക്കലും ഉണ്ടാവരുത്.